എല്ലാ സുഹൃത്തുക്കളെയും വീണ്ടും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ യാതൊരു മുതൽമുടക്കുമില്ലാതെ ആരിൽ നിന്നും കടം വാങ്ങാതെ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു വലിയ കാര്യമാണ്, വലിയൊരു രഹസ്യമാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, എന്തിനും നമുക്ക് വില കൊടുക്കേണ്ടി വരും. എന്നാൽ വില കൊടുക്കാതെ അനായാസം എല്ലാവർക്കും പരസ്പരം കൊടുക്കാനും വാങ്ങാനും സാധിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് സ്നേഹമെന്നത്. ഈ സ്നേഹം വാങ്ങാൻ നമ്മൾ ആരുടെ അടുക്കലും പോകണ്ട. അത് നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും ഇങ്ങനെ ഊരി വരുന്ന ഒരു വലിയ പ്രപഞ്ചത്തിൻ്റെ ഗിഫ്റ്റാണ് സ്നേഹമെന്നത്. ഇത് നിങ്ങൾ എത്ര കോടികൾ കൊടുത്താലും കിട്ടാൻ അത്ര എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ ഇത് നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടെന്നുള്ളൊരു സത്യം ആർക്കും അറിയുന്നില്ല. നമ്മൾ അറിയുന്ന പല വീടുകളും ദരിദ്രമായിരിക്കാം, വലിയ വരുമാനമില്ലാത്തതായിരിക്കാം, കുഞ്ഞു വീടായിരിക്കാം, സൗകര്യങ്ങളില്ലാത്ത വീടായിരിക്കാം. പക്ഷേ എങ്കിലും അവിടെ താമസിക്കുന്ന ഓരോ വ്യക്തികളിലും അവരുടെ മുഖത്ത് കാണുന്ന ആ പ്രസരിപ്പും ആ സ്നേഹഭാവങ്ങളും അവർക്കുണ്ടാകുന്നത് അവർ സ്നേഹത്തെക്കുറിച്ച് അറിയുന്നത് കാരണമാണ്. സ്നേഹം എന്താണെന്ന് അവർക്കറിയാം. കാരണം അവർക്കതിന് മുതൽ മുടക്കില്ല. നമ്മൾ ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ, നമ്മളുടെ ആവശ്യങ്ങൾ സാധീകരിക്കണമെങ്കിൽ എന്തിനും നമുക്ക് സാമ്പത്തികം വേണം. ആ സാമ്പത്തികമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുകയുള്ളൂ. മറിച്ച് സ്നേഹം എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കും തോറും നമുക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള വസ്തുത എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു ചിലർ മാത്രമേ ഉണ്ടാകൂ. ഇങ്ങനെ ഉള്ള ഏതെങ്കിലും വീട്ടിൽ നമ്മൾ ചെല്ലാനിടയായാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വീട്ടിലുള്ള ഓരോ വ്യക്തികളും സന്തുഷ്ടരായിരിക്കും. ഇപ്പോൾ ഒരു സൗകര്യമുള്ള വീട്ടിൽ ഒരു അതിഥി കടന്നു ചെന്നാൽ നല്ല ചായ, നല്ല കോഫി, അല്ലെങ്കിൽ ഒരു ലൈം ജ്യൂസ് എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കും. അതിനെ ആതിഥ്യ മര്യാദ എന്ന് പറയും. എന്നാൽ ഒന്നുമില്ലാത്ത ദരിദ്രരായ ഒരു വീട്ടിൽ നമ്മൾ കടന്നു ചെന്നാൽ അവരുടെ മുഖം പ്രസരിപ്പുള്ളതായിരിക്കും. കാരണം അതവർ ആർജിച്ചെടുത്തുന്നതാണ്. അതിന് അവർ സാമ്പത്തികം മുടക്കി വാങ്ങിയതല്ല. ഒരു പക്ഷേ അവിടെ നാം ചെയ്യുന്നത് പോലെ, ധനികർ ചെയ്യുന്നത് പോലുള്ള ഒരു സൗകര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് കുടിക്കാനുള്ള ചായയോ അല്ലെങ്കിൽ കോഫിയോ മറ്റെന്തെങ്കിലും ജ്യൂസുമേ കൊടുക്കാൻ സാധിക്കുന്ന അവസ്ഥയിലുള്ളവർ ആയിരിക്കില്ല. പക്ഷേ എങ്കിൽ തന്നെയും നമുക്ക് അവരിൽ നിന്നും പ്രതീക്ഷിക്കാം ഒരു ഗ്ലാസ് വെള്ളം. തീർച്ചയായിട്ടും അവർ തന്നിരിക്കും. ആ വെള്ളം തരുമ്പോഴും കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്നവർ കേൾക്കില്ല. അതവർ ഒരു പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രം പോയി ഗ്ലാസ് വാഷ് ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളം എത്തിക്കില്ല. അവിടെ വെള്ളം
അവർ കരുതിയിരിക്കും. ക്ലീനായ ഒരു ഗ്ലാസും അവിടെ ഉണ്ടാകും, കപ്പോ സാസറോ എന്ത് തന്നെയാണ്. അപ്പോൾ അതിലും കൂടുതൽ നമ്മൾ അവിടെ കാണാൻ പറ്റുന്നത് വളരെ ശുദ്ധിയായിട്ടുള്ള പരിസരവും മുറിയും വീടിൻ്റെ ഉൾഭാഗവും ഒക്കെ ആയിരിക്കും. ഇതും സ്നേഹത്തിൻ്റെ ഒരു ഘടകമാണ്. നമുക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ, നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹം അറിയണമെങ്കിൽ, നാം മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ ഇത് നമുക്കുണ്ടാകണം. ഈ സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതില്ലെങ്കിൽ നമ്മൾ എത്ര ധനികരായിരുന്നാലും നമുക്ക് സ്നേഹം എന്നുള്ളത് ഒന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ദുഃഖവും അശാന്തിയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മൾ ധനികരായിരിക്കും, പക്ഷെ സ്നേഹം എന്നുള്ളത് കൊടുക്കാനും വാങ്ങാനും അറിയാത്തവരാണെങ്കിൽ ഇതൊന്നും അവിടെ ഉണ്ടാവില്ല. നമ്മൾ ബാങ്കിൽ പോയി നമ്മളൊരു സേവിങ് ബാങ്ക് തുടങ്ങിയാൽ അതിന് വരുമാനം കിട്ടാൻ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ നിക്ഷേപിച്ചു കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ നിക്ഷേപിച്ച തുക എടുക്കുമ്പോൾ അവിടെ അതെല്ലാം തീർന്നു പോകുന്നു. എത്ര കണ്ടെടുക്കുന്നോ അത്ര കണ്ട് നമ്മൾ നിക്ഷേപിച്ചെങ്കിൽ മാത്രമേ ആ അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഒരു സ്നേഹം എന്നുള്ള ഒരു സേവിങ് ബാങ്ക് തുറക്കുന്നതിന് നമുക്ക് സാമ്പത്തികം വേണ്ട, അതിന് ബാങ്കിൽ പോകണ്ട, അതിന് ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണ്ട, ഐഡൻറ്റിറ്റി വേണ്ട, ഫോട്ടോ കൊടുക്കണ്ട, ഒന്നും വേണ്ട. സ്നേഹമെന്നുള്ളൊരു സേവിങ് ബാങ്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ നമുക്ക് സ്നേഹം മാത്രം മതി. അതും ഒരു രൂപ പോലും ചിലവഴിക്കാതെ, ആർക്കും കൊടുക്കാതെ, നമ്മുടെ മനസ്സിൽ തന്നെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു വലിയൊരു സത്യമാണ് ഈ സ്നേഹമെന്ന് പലരും വിസ്മരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ഒരു സ്നേഹത്തിൻ്റെ ഒരു സേവിങ് ബാങ്ക് തുറക്കുക. അത് നല്ല മനസ്സോടെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും അതിൽ നിക്ഷേപിക്കേണ്ട. നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ മനസ്സിൽ കൂടി ഉണ്ടാകുന്ന ആ സ്നേഹം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റേതായ സേവിങ് ബാങ്കിലേക്ക് എത്തപ്പെടും. അതിൻ്റെ പലിശ വളരെ വലുതാണ്. നിങ്ങൾ എത്ര കണ്ടെടുത്താലും അതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയായി അത് ക്രെഡിറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇത് വേണമെങ്കിൽ, ഈ സ്നേഹം നമ്മൾ ഉണ്ടാകണമെങ്കിൽ നമുക്ക് പ്രധാനമായി വേണ്ടത് നാം പരസ്പരം മനുഷ്യനെ സ്നേഹിക്കാനും നമ്മുടെ തെറ്റുകുറ്റങ്ങളെ നാം സ്വയം അറിഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്യാനും മറ്റു മനുഷ്യനെ സ്നേഹിക്കാനും മറ്റു മനുഷ്യൻ്റെ വിഷമങ്ങളിൽ പങ്കുചേരാനും എന്ന് നമുക്ക് സാധിക്കുന്നു, അന്നു മുതൽ ഈ സ്നേഹമെന്നുള്ളത് നമ്മിലേക്ക് കടന്നിരുന്നു. അതാണ് ഈശ്വരൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു മായമെന്ന് പറയുന്നത്, ഒരു ഗിഫ്റ്റെന്ന് പറയുന്നത്. അതുകൊണ്ട് നാം ഒരു രൂപ പോലും മുടക്കാതെ കിട്ടുന്ന, ഒരു രൂപ പോലും മുടക്കാതെ നമുക്ക് എത്ര കണ്ട് 1 മടങ്ങിൽ നിന്ന് 100 മടങ്ങ്, 100ൽ നിന്ന് ആയിരങ്ങളും, ആയിരങ്ങളിൽ നിന്ന് ലക്ഷങ്ങളും, കോടികൾ മടങ്ങ് നമുക്ക് ശേഖരിക്കാൻ, നമുക്ക് ഉദ്ഭാസിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ അക്കൗണ്ട്സിൽ, ആ കണക്കിൽ നമുക്കൊരു അക്കൗണ്ട് തുടങ്ങാം. നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും നേടിയെടുക്കാൻ പറ്റും. അത് പണത്തിനേക്കാളും വീര്യവും ശക്തിയുള്ള ഒന്നാണെന്ന് കൂടി തിരിച്ചറിയുക. ഇന്നത്തെ ദിവസം ഈ
സ്നേഹത്തെക്കുറിച്ച് അറിയുന്നവർ ഒരു കണക്ക് തുറന്നു വയ്ക്കുക. നിങ്ങൾ ശത്രുക്കളായി കണ്ടവരെ സ്നേഹത്തോടെ മനസ്സിൽ കാണുക. നേരിട്ട് സംസാരിച്ചില്ലെങ്കിലും അത് നിങ്ങളുടെ വിജയത്തിൻ്റെ ആദ്യ ലക്ഷണമായി തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഞാൻ കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വൈകാതെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.